അപ്പോൾ ഇന്ന് ഈ കാണിക്കാൻ പോകുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് കേരളമല്ലേ എന്ന്. അല്ല ഫ്രണ്ട്സ്, ഇത് മൗണ്ടനീഗ്രോ ആണ്. മൗണ്ടനീഗ്രോയിലെ മനോഹരമായ ഒരു ലേക്കാണ് ലേക്സ് കഡാർ. നിങ്ങൾ ഈ വീഡിയോ ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തേത്. ലേക്സ് കഡാറിലേക്ക് ഞങ്ങളുടെ ബോട്ട് റൈഡ് തുടങ്ങിയത് തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയിലൂടെയായിരുന്നു. ആദ്യം കണ്ടത് നല്ല പച്ച നിറം തോന്നിക്കുന്ന വളരെ ശാന്തമായ വെള്ളമാണ്. ചെറിയൊരു ട്രഡീഷണൽ ബോട്ടിലാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. മൗണ്ടനീഗ്രോയും അൽബേനിയയും പങ്കിടുന്ന വലിയൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ് ഇത്. മൗണ്ടനീഗ്രോ ഭാഗം സ്കഡാർ ലേക്ക് നാഷണൽ പാർക്കായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയിൽ ഒരുപാട് ബേർഡ്സിനെയൊക്കെ കണ്ടേ. 250-ലധികം ബേർഡ് സ്പീഷീസുകൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നിടമെല്ലാം നല്ല പച്ചപ്പും ചുറ്റും നല്ല മരങ്ങളും അങ്ങനെ അതിമനോഹരമായിരുന്നു ഈ കാഴ്ചകൾ. ഇത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ കാഴ്ചകളുടെ പല വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമേ. ഇത് കണ്ടോ, പശുവിനെയൊക്കെ നമുക്ക് ഈ ചുറ്റും സൈഡിലൊക്കെ പശുവിനെ, അതുപോലെ നമ്മൾ കാട്ടുകുതിരയെ അതിൻ്റെ സൈഡിൽ നമ്മൾ തിരിച്ചു വരുമ്പം കാട്ടുകുതിരയൊക്കെ നമ്മൾ കണ്ടേ. നമ്മുടെ ഈ ബോട്ട് ഓടിച്ചത് അവിടുത്തുകാരൻ ഒരു പയ്യനും ആ പയ്യൻ്റെ സിസ്റ്ററും കൂടെ ആയിരുന്നേ. അവർക്ക് പഠിക്കുന്ന കുട്ടികളാണ്, പക്ഷേ സൈഡിൽ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നു. ഇതാ സീനറി ഫുള്ള് മാറി തുടങ്ങി. ഇപ്പം മുന്നോട്ട് പോകുന്നവരും കുറേ നല്ല ചതുപ്പായിരുന്നു. അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു ബോട്ട് പോകാൻ തന്നെ. അപ്പം നമ്മൾ വെയിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോയത്. ആ ചതുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ കണ്ട കാഴ്ച ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അപ്പം നമ്മൾ ആദ്യം കണ്ടതെല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ചതുപ്പ് സ്ഥലങ്ങളായി. അത് കഴിഞ്ഞപ്പോൾ ദാ നിറഞ്ഞ ആമ്പലുകൾ നിൽക്കുന്നതാണ് നമ്മൾ കണ്ട കാഴ്ചകൾ. ദേ കണ്ടോളൂ. നമ്മൾ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് എടുത്തേ. അങ്ങനെ ഈ ബോട്ടിലെ ആ പയ്യൻ കുറേ ജ്യൂസുകളൊക്കെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നേ. തന്നെ ഈ പയ്യൻ നമുക്ക് ആമ്പലൊക്കെ പറിച്ച് തന്നേ. എല്ലാവർക്കും ഓരോ ആമ്പലൊക്കെ പറിച്ചൊക്കെ തന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റിയും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എല്ലാവരും നല്ല സ്നേഹമുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണേ. അതുപോലെ കണ്ടോ, ഈ വാട്ടർ ലില്ലീസിൻ്റെ ഇലയിൽ ചുറ്റുമുള്ള ചെടികളിലും പലതരത്തിലുള്ള ബേർഡ്സിനെയൊക്കെ ഞങ്ങൾ കണ്ടേ. ചില ബേർഡ്സ് അവിടെ ഇരിക്കുന്നതും ചിലത് കൂടുണ്ടാക്കുന്നതും ഒക്കെ കണ്ടു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാഴ്ചകളെല്ലാം. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളായിരുന്നു ഇതെല്ലാം. ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് ബോട്ട് എടുക്കാൻ നേരത്താണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ പെട്ടു എന്നുള്ള കാര്യം. ഈ എൻജിൻ ഭാഗത്തെല്ലാം വാട്ടർ ലില്ലീസ് കുരുങ്ങിയിട്ട് എൻജിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതായി. അങ്ങനെയാണ് ഞങ്ങളുടെ ബോട്ട് ഡ്രൈവറിനെ അങ്ങോട്ട് ഇറക്കി. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് ഡ്രൈവറും ഒറിജിനൽ ബോട്ട് ഡ്രൈവറും എല്ലാം കൂടെ പരിശ്രമിച്ച് ലാസ്റ്റ് എൻജിൻ വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. Missed the morning glaze, but the sunlight hits in so many ways. Grab my ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സൈഡിൽ നിന്നുള്ള ബോട്ട് ഡ്രൈവറും വണ്ടി ഓടിച്ച് കുറേ നേരം. കൊള്ളാം, ഈ ബോട്ട് ഡ്രൈവറും അടിപൊളിയാണ്, സൂപ്പറായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ഫ്യൂച്ചർ ഈ ഡ്രൈവറെ കാണുന്നുണ്ട്. $50 അല്ല, $70. 10 തരം കുറച്ചേ പറ്റൂ, 70 തരം. അതിമനോഹരമായ ഒരു 3 hours ജേർണി ആയിരുന്നു ഇത്. നല്ല പച്ച നിറമുള്ള വെള്ളത്തിൽ തുടങ്ങി ചതുപ്പും നിറയെ വാട്ടർ ലില്ലീസും ഇടയിൽ സഞ്ചരിക്കുന്ന ബേർഡ്സും അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിച്ച ഒരു ഇടവായി മാറിയത്. അവസാനം ഒരു ചെറിയ ലേക്ക് സൈഡ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ബോട്ട് റൈഡ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഹോണസ്റ്റ്ലി മൗണ്ടനീഗ്രോ ട്രിപ്പിലെ ഏറ്റവും പീസ്ഫുള്ളായിട്ടുള്ളതും മെമ്മറബിളായിട്ടുള്ള എക്സ്പീരിയൻസും നൽകിയൊരു സ്ഥലമായിരുന്നു ഈ ലേക്സ് കഡാർ ബോട്ട് റൈഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.